ആറ്റിങ്ങൽ നഗരസഭ വികസന സദസ് സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആറ്റിങ്ങൽ നഗരസഭ വികസന സദസ് സംഘടിപ്പിച്ചത്. നഗരസഭ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി MLA OS അംബിക ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിന് ഇവിടെ സെക്രട്ടറി അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനവും വരും 5 വർഷക്കാലം നമ്മുടെ നാട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, ഒരു പുതുതലമുറയ്ക്ക് വേണ്ടി നമുക്ക് ആ പദ്ധതികളെ എന്തൊക്കെ നമുക്ക് രാജ്യത്തിനാകെ മാതൃകയായി ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചർച്ചയും സംവാദവുമാണ് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം കഴിയുമ്പോൾ നമ്മൾ നടപ്പിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാം, 73-74 ഭരണഘടന അനുസരിച്ച് അധികാരവും പണവും മഹാനായ EMS വിഭാവനം ചെയ്ത ജനകീയാസൂത്രണ പദ്ധതിയും രാജ്യത്തിനാകെ മാതൃകയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു സുസ്ഥിര വികസന കാഴ്ചപ്പാടാണ് നമ്മൾ നടപ്പിലാക്കിയെങ്കിൽ ആ സുസ്ഥിര വികസന കാഴ്ചപ്പാട് നവംബർ 1 നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ദരിദ്രമില്ലാത്ത കേരളമായി നമ്മൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ഏക സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം എല്ലാ രംഗങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് രാജ്യത്തിനാകെ അഭിമാനമായി നിൽക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് 10 വർഷം തുടർഭരണം നടത്തി നമ്മുടെ നാട്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജ്യത്തിന്റെ എല്ലാ മേഖലയും, വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ വളരെ കാഴ്ചപ്പാടോട് കരുതലോടെ പശ്ചാത്തല മേഖല ഉൾപ്പെടെ വ്യവസായ രംഗത്ത് വിപ്ലവകരമായ മാറ്റം, ടൂറിസം രംഗത്ത് വിപ്ലവകരമായ മാറ്റം നടത്തിക്കൊണ്ട് ഇനി ഒരു 2030 ആകുമ്പോൾ ഈ ജനത എന്തൊക്കെ പുതിയ തലമുറയ്ക്ക് വേണ്ടി തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള സ്വയം സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് നാടിന് അഭിമാനമായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് നവകേരള സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ വികസന സദസ്സ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചർച്ചയും സംവാദങ്ങൾ ഏർപ്പെടുമ്പോൾ നമ്മൾ നടപ്പിലാക്കേണ്ടത്. ചെറിയ ചെറിയ പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അതൊരു കുറ്റമല്ല, അതാരുടെയും കുറ്റമല്ല. അത് വന്നിട്ടുള്ള അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് ഒരുമിച്ച് നിന്ന് നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടാൻ മാത്രമാണ് വികസന സദസ്സ് നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് പോകും. ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ തുളസീധരൻ പിള്ള സ്വാഗതം ആശംസിച്ചു. നവകേരള കർമ്മസമിതി കോർഡിനേറ്റർ ഡോക്ടർ TN സീമ മുഖ്യ അതിഥിയായി. നഗരസഭാ സെക്രട്ടറി KS അരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ A നജാം, രമ്യ സുധീർ, അവനോഞ്ചേരി രാജു, പാർലമെന്ററി കാര്യ സെക്രട്ടറി R രാജു, CDS ചെയർപേഴ്സൺ A റീജ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. നഗരസഭാ വികസന സമിതി ചെയർപേഴ്സൺ S ഷീജ നന്ദിയും രേഖപ്പെടുത്തി. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.